ഈ കോവിഡ് കാലത്ത് നമുക്കെവിടെയും യാത്ര പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു നാടിൻ്റെ സംസ്കാരം അറിയാൻ അവിടെ പോകണമെന്നില്ല എന്ന് നമ്മളോട് പറയുകയാണ് കൊല്ലം അഞ്ചൽ സെയിൻറ് ജോൺസ് സ്കൂളിലെ കുട്ടികൾ. ഇവർ ഈ കോവിഡ് കാലത്ത് ഹിമാചൽ പ്രദേശിലെ തനത് നൃത്തം പഠിച്ച് അത് അവതരിപ്പിക്കുകയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ ഏക ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിയുടെ ഭാഗമായാണ് ഇവർ ഈ നൃത്തം പഠിച്ച് അവതരിപ്പിക്കുന്നത്. കോവിഡ് കാലമാണ്. കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരാൻ സാധിക്കുന്നേയില്ല. അതിനിടെയാണ് ഹിമാചൽ പ്രദേശിലെ തനത് നൃത്തരൂപം കുട്ടികളെ പഠിപ്പിക്കുന്നതിനെക്കുറിച്ച് സ്കൂൾ അധികൃതർ പദ്ധതിയിട്ടത്. അഞ്ചൽ സെയിൻറ് ജോൺ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ ആദ്യം യൂട്യൂബിൽ നോക്കി ഹിമാചൽ പ്രദേശിലെ ശാസ്ത്രീയ നൃത്തം മനസ്സിലാക്കി. പിന്നീട് സ്കൂളിലെത്തി പഠിച്ചു. നൃത്തപഠനം പൂർത്തിയാക്കിയ കുട്ടികൾ സ്കൂൾ അങ്കണത്തിൽ നൃത്തം അവതരിപ്പിച്ചു. ഹിമാചൽ പ്രദേശിലെ ഗ്രാമങ്ങളിൽ വിവാഹവേളകളിൽ നടക്കുന്ന നൃത്തരൂപമാണ് കുട്ടികൾ പഠിച്ച് അവതരിപ്പിച്ചത്. ഏക ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതി പ്രകാരം ഒരു സംസ്ഥാനം മറ്റൊരു സംസ്ഥാനത്തെ മനസ്സിലാക്കാനുള്ള പ്രവൃത്തികൾ ആസൂത്രണം ചെയ്തിരുന്നു. കേരളത്തിലെ കുട്ടികൾ മനസ്സിലാക്കേണ്ടിയിരുന്നത് ഹിമാചൽ പ്രദേശിനെയായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കുട്ടികൾ നൃത്തം അഭ്യസിച്ചതും അവതരിപ്പിച്ചതും. കലാരൂപങ്ങളും മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി പഠിപ്പിക്കുവാനും അധ്യാപകർക്ക് കഴിയുന്നുണ്ട്. ഞങ്ങളുടെ ഗണിതശാസ്ത്രത്തിലെ അധ്യാപകർ അതിൻ്റെ വേഷത്തിലെ അവരുടെ ലൈൻ ഫോർമേഷൻ, വേഷത്തിലെ ഡിസൈൻസ് ഇതെല്ലാം ഗണിതശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അതുവഴി കുട്ടികൾ ഈ കലാരൂപവുമായി ബന്ധപ്പെട്ട് വിഷയങ്ങൾ പഠിക്കുക വഴി അവർ വളരെ ജോയ്ഫുൾ ലേണിംഗ് എന്ന ഒരു നിലയിലേക്ക് കുട്ടികൾ എത്തിച്ചേരുന്നു. സ്കൂളിലെ സംഗീതാധ്യാപിക അശ്വതിയുടെ നേതൃത്വത്തിൽ ഹിമാചൽ നാടൻ പാട്ടുകളുടെ പരിശീലനവും നടക്കുന്നുണ്ട്. മലങ്കര കത്തോലിക്ക സഭയുടെ തിരുവനന്തപുരം മേജർ അതിരൂപതയുടെ കീഴിൽ 2600-ലധികം കുട്ടികൾ പഠിക്കുന്ന CBSE സ്കൂളാണ് അഞ്ചൽ സെയിൻറ് ജോൺസ്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.